ഹലോ ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? റോസ് ബെൻ വ്ളോഗിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രണ്ടാഴ്ചയായി ഞാൻ വലിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ട്. യെസ്, എനിക്കറിയാം. പക്ഷേ എൻ്റെ കൺസിസ്റ്റൻസി തെറ്റിയിട്ടല്ല. ജോലി കാര്യങ്ങൾ ഭയങ്കര സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ദിവസങ്ങളിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോസിറ്റീവ് സ്ട്രെസ്സാണ് കേട്ടോ, ഐ ലവ് മൈ ജോബ്. അപ്പം പോസിറ്റീവായിട്ടുള്ള കുറേ സ്ട്രെസ്സിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പ്രോജക്റ്റിൻ്റെ ലാസ്റ്റ് ഫേസാണ്. അപ്പം ഒത്തിരി ലേറ്റായിട്ടാണ് ഞാൻ വർക്കൊക്കെ തീർക്കുന്നത്. അപ്പോൾ ഒരു വ്ളോഗ് എടുത്താൽ തന്നെ എനിക്കത് എഡിറ്റ് ചെയ്യാനും അത് നന്നായിട്ട് കാണിക്കാനും യൂട്യൂബിലേക്ക് എടുത്ത് ഇടാനും ഒക്കെയുള്ളൊരു സമയം സത്യം പറഞ്ഞില്ല. ടയർഡാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയും ദിവസം വരാതിരുന്നത് വലിയ വീഡിയോ ആയിട്ട്. പക്ഷേ ഇന്ന് ഞാൻ എന്തായാലും ഇരിക്കാമെന്ന് കരുതി. വീക്കെൻഡൊക്കെ അല്ലേ, അപ്പം നമുക്കൊന്ന് ഒരു വ്ളോഗായിട്ട് വരാം എന്ന് കരുതി. യെസ്, ഇന്ന് ഒരു സിവിൽ വെഡ്ഡിങ് എക്സ്ക്ലൂസീവ് വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത്. യെസ്, എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചായിരുന്നു. കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ഞങ്ങളുടെ സിവിൽ വെഡ്ഡിങ് കഴിഞ്ഞത്. അപ്പോൾ കുറച്ചധികം പേര് ചോദിച്ചായിരുന്നു ഞാൻ ഇട്ടിരുന്ന ഡ്രസ്സും ഓർണമെൻറ്റ്സും ഒക്കെ അതിനെക്കുറിച്ച് കുറച്ച് ഇൻഫർമേഷൻ എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു. അപ്പോൾ ഞാൻ കരുതി എന്തുകൊണ്ട് ഞാനതൊരു വ്ളോഗാക്കി ഇട്ടുവിടാം. അപ്പോൾ ഇന്ന് നമുക്ക് അങ്ങനത്തെ ഒരു വ്ളോഗിലേക്ക് പോകാം. എനിക്കറിയാം കുറേ പേർക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനത്തെ വ്ളോഗ്സ് കാണാനായിട്ട്. അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. സോ ലെറ്റ്സ് ഗെറ്റ് ടു ദ വീഡിയോ. ഞങ്ങൾ കഴിഞ്ഞ സെപ്റ്റംബറിലാണ്, സെപ്റ്റംബർ 1 സിവിൽ വെഡ്ഡിങ് ഉണ്ടായിരുന്നത്. ഇവിടെ വെച്ചായിരുന്നു, സ്വിറ്റ്സർലൻഡിൽ വെച്ചിട്ടായിരുന്നു. പക്ഷേ എൻ്റെ ഒരു ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിവിൽ വെഡ്ഡിങ്ങിൻ്റെ സ്ഥലത്ത് ഇന്ത്യൻ ഇടണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. ആക്ച്വലി എനിക്ക് ഉടുപ്പിടാനായിരുന്നു ഇഷ്ടം. പാവലിൻ്റെ പപ്പയും മമ്മയാണ് എൻ്റെ അടുത്ത് സാരി ഉടുത്താൽ നല്ലതാണ് കാണാനായിട്ട് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കിന് ഞാൻ ചോദിച്ചു, അന്ന് പിന്നെ സാരി ആക്കിയാൽ എന്താ എന്ന് ഞാൻ കരുതി. അപ്പം സാരിനെ ഞങ്ങൾക്ക് ഒരു 40 പേര് ഉള്ള ഒരു ചെറിയൊരു റിസപ്ഷനാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ വെച്ചിട്ട് ഉടുക്കാനായിട്ട്, അതായത് ഞങ്ങൾ മീറ്റ് ചെയ്തതേ ബച്ചാത്തയിലാണല്ലോ. അപ്പം ആ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ബച്ചാത്ത എന്ന് പറഞ്ഞിട്ടൊരു ലാറ്റിൻ ഡാൻസ് ആട്ടോ. ഡാൻസ് ഞങ്ങളുടെ വെഡ്ഡിങ് റിസപ്ഷന് കളിച്ചിരുന്നു. അപ്പം പാർട്ടിയുടെ സമയത്തേക്ക്, അതായത് ഡിന്നറൊക്കെ കഴിഞ്ഞതിന് ശേഷം ദെൻ വി വെൻറ്റ് ഇൻ ടു ദി ഒരു ചെറിയ ഒരു DJ പാർട്ടി പോലെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇട്ടിരുന്നത് ഒരു ചെറിയ ഫ്രോക്കാണ്. അത് ഞാൻ ഇവിടെ ഓൺലൈനിൽ മേടിച്ചതാണ്. അതിൽ ഭയങ്കര സംഭവങ്ങളൊന്നും കാണിക്കാനില്ല. ലെറ്റ്സ് ഗോ ടു ദി സാരി. യെസ്, ഞാൻ ഉടുത്തിരുന്നത് ഒരു ബനാറസി ബ്രൊക്കേഡ് സാരി. ആൻഡ് ഇറ്റ് ഹാസ് ഗോൾഡൻ ആൻഡ് സിൽവർ സാരി ഗോയിങ് ഓൺ. ഹാൻഡ് ക്രാഫ്റ്റഡ് ആണ്. ഞാൻ കുറേ നാളായിട്ട്, അതായത് നമ്മളിപ്പോൾ ഇൻസ്റ്റഗ്രാമൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിരിക്കുന്ന കുറച്ച് സംഭവങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ എടുത്ത് വെച്ച് ഭയങ്കര ആഗ്രഹിച്ച്, നമ്മൾ കല്യാണത്തിനല്ലെങ്കിലും എനിക്ക് എന്തായാലും ഇത് ഉടുക്കണം എന്നൊരു മാനിഫെസ്റ്റേഷൻ ഇല്ലേ, ആ സാധനം. മാനിഫെസ്റ്റേഷനോ വിഷോ അത് ഉള്ളിലിങ്ങനെ ഭയങ്കര ഹാർഡായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സംഭവം തന്നെ എനിക്ക് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ്. ഞങ്ങളുടെ കല്യാണത്തിൻ്റെ ഡേറ്റ്, അതായത് സിവിൽ വെഡ്ഡിങ്ങിൻ്റെ ഡേറ്റ് ഫിക്സ് ചെയ്ത് ഭയങ്കര ഫാസ്റ്റായിട്ടായിരുന്നു. കാര്യം നമ്മൾക്ക് ഇവിടെ നിന്ന് ഗവൺമെൻറ് ഒരു ഡേറ്റ് പെട്ടെന്നാണ് തന്നത്. അപ്പം നമ്മൾക്ക് പെട്ടെന്ന് ചെയ്യേണ്ടി വന്നു. നമുക്ക് വൈകിക്കാനും താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാട്ടിൽ എൻ്റെ അപ്പയും അമ്മയും സിസ്റ്റർ ഇൻ ലോയും ബ്രദറും ഒക്കെ കൂടെ ഈ ഷോപ്പിൽ പോയി ജസ്റ്റ് ഇങ്ങനെ പിക്ക് ചെയ്തെടുത്തിട്ട് വന്നു എന്ന് വേണമെങ്കിൽ പറയാം. അല്ലാതെ നമ്മൾക്ക് അധികം അത് തപ്പി പിടിച്ചെടുക്കേണ്ട ഒരവസ്ഥയൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ബിക്കോസ് ഇറ്റ് വാസ് ഓൾവേസ് ദെയർ ഇൻ മൈ സ്ക്രീൻഷോട്ട്സ്. ഇതിൻ്റെ കളർ വേരിയൻ്റ് ഡിഫറെൻ്റ് ആണ്. ബിക്കോസ് വെഡ്ഡിങ് ആയതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു കളറാണ് എടുത്തത്. സോ സാരി കാണാം. യെസ്, ഇതാണ് ഞാൻ ഉടുത്തിരുന്ന സാരി. ദിസ് ഈസ് ബനാറസി ബ്രൊക്കേഡ് സാരി. അതിൻ്റെ ഇടയിൽ കൂടെ പോയിരിക്കുന്നത് സിൽക്ക് വീവിങ്ങും, സിൽവറും ഗോൾഡൻ അങ്ങനെ കാണാൻ പറ്റത്തില്ല, പക്ഷെ സിൽവറാണ് മേജറായിട്ടുള്ളത്. വീവിങ് ആണ്. ഇതൊരു
പിങ്ക് അല്ല, ബേജ് അല്ല, ഐവറി അല്ല, ഇതിൻ്റെയൊക്കെ ഇടയിൽ നിൽക്കുന്ന ഒരു സാരിയാണ്. ഇത് എൻ്റെ സ്കിന്നായിട്ട് ഭയങ്കര ലവ്ലി ആയിട്ട് പോകും. ഇതിപ്പോൾ ഇവിടെ ഒരു യെല്ലോ ലൈറ്റ് ഉള്ളത് കൊണ്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ കാണുന്നത്. പക്ഷേ ദിസ് ഇസ് കൈൻഡ് ഓഫ് എന്താ പറയുക, വെരി വെരി സ്കിന്നി കളർ. ആക്ച്വലി ഒരു പിങ്കിലേക്ക് പോകുന്നതാണ്, പക്ഷേ പിങ്കല്ല. അപ്പോൾ ഇതിൽ ബോർഡർ ഒന്നും സെപ്പറേറ്റ് ആയിട്ടില്ല, പക്ഷേ അതിലിങ്ങനെ വീവ് ചെയ്തെടുത്തിരിക്കുന്നത് തന്നെ ബോർഡറാണ്. കണ്ടോ, ഇങ്ങനെയുള്ളൂ. പിന്നെ ഇതിൻ്റെ മുന്താണിയാണ് ഉള്ളത്. മുന്താണി ഞാനത് കല്യാണത്തിൻ്റെ അന്ന് മടക്കി വെച്ചതാണ്. സോ ഇതിൻ്റെ മുന്താണി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഇതെല്ലാം വീവ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. കണ്ടോ, മുന്താണി ഇങ്ങനെയാണ്. അതിൻ്റെ താഴെ ഇങ്ങനെ ഡാസിൽസ് പോയിട്ടുണ്ട്. ഈ ഡാസിൽസ് ആണെങ്കിലും തയ്ച്ച് പിടിപ്പിച്ചിരിക്കുന്ന ഒന്നല്ല, ഇതിന്മേന്ന് തന്നെയുള്ള ഉണ്ടാക്കി എടുത്തിട്ടുള്ളതാണ്. വെരി നൈസ്. അപ്പോൾ ഈ സാരി എൻ്റെ സിസ്റ്റർ ഇൻ ലോയും ബ്രദറും ഒക്കെ കൂടെ പോയി മേടിച്ചതാണ്. I was looking amazing. നമുക്ക് ദിസ് ഐ ബോട്ട് ഫ്രം ഇതിഹാദ്. അതൊരു ഭയങ്കര ഒരു ഫേമസ് ആയിട്ടുള്ളൊരു ബൊട്ടിക്കാണ്, കൊച്ചിയിൽ തന്നെയുള്ള. അപ്പം ഞാൻ ഇതിഹേന്നാണ് എൻ്റെ ഈ സാരി എടുത്തത്. നിങ്ങൾക്ക് ഇതിഹയുടെ ഇൻഫർമേഷൻ ഞാനിവിടെ കൊടുക്കാം. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. അപ്പം ഇത് എടുത്തപ്പോൾ തന്നെ എൻ്റെ അമ്മയ്ക്ക് ഇച്ചിരി കൺസേൺ ഉണ്ടായിരുന്നു, കാര്യം നല്ല ഹെവി ആണല്ലോ എന്നുള്ളത്. പക്ഷേ ഇത് നല്ല ഹെവി ആട്ടോ. അവിടെ നിന്ന് DHL കൊറിയർ ചെയ്തത്. ഈ ഒരു സാരിയും എൻ്റെ ഓർണമെൻറ്റ്സും മാത്രമായിട്ട് DHL നിന്നാണ് കൊറിയർ ചെയ്തത്. 4 ദിവസത്തിനുള്ളിൽ എത്തി. 6,000-7,000 രൂപ എങ്ങാണ്ട് കൊറിയറിനായത്. ബിക്കോസ് ഇറ്റ്സ് പ്രിറ്റി ഹെവി. അവർ നല്ല രസമായിട്ടാണ് പാക്ക് ചെയ്തൊക്കെ തന്നത്. പക്ഷെ നമുക്ക് ആ ഒരു ബോക്സിൽ അയക്കാൻ പറ്റിയില്ല, ബിക്കോസ് ഇറ്റ് വാസ് വെരി വെരി ഹെവി. അപ്പം നമ്മൾക്ക് ചെറുതായിട്ട് പാക്ക് ചെയ്ത് അയച്ചു. പക്ഷേ നമ്മൾക്ക് ഈ കാണുന്ന ഹെവിനെസ് അല്ല. ഇത് നമ്മളൊരു സിൽക്ക് സാരി നോർമൽ കാഞ്ചീപുരം പോലെയൊക്കെ മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിടിച്ച് ഉടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലേ. പക്ഷെ ഞാൻ ഐ ഹാവ് ടു ടെൽ യു, ഞാൻ കല്യാണത്തിന് ഉടുത്തത് 20 മിനിറ്റില്ല. ഞാൻ തന്നെയാണ് എല്ലാം ചെയ്തത്. തലയിലൊരു ഫ്ലവറും മുടി ഇവിടെയാണ് കെട്ടിയത്. എല്ലാം കൂടെ എടുത്ത് വെച്ച് അഴിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ എനിക്ക് ഭയങ്കര ഫാസ്റ്റായിട്ട് ഒറ്റയ്ക്ക് ഉടുക്കാൻ പറ്റിയെന്നുള്ളത്. നമുക്ക് ഒറ്റ ഫ്ലീറ്റ് ഇടാം, 2 ഫ്ലീറ്റ് ഇടാം. ഇതിങ്ങനെ ഭയങ്കര ഹെവിയാണ്, പക്ഷേ ഫ്ലോയി ആണ്. ഫ്ലോയി എന്ന് പറഞ്ഞാൽ ഭയങ്കര കംഫർട്ടബിളായിട്ട് നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റുന്ന സാധനമാണ്. പിന്നെ ഇതിങ്ങനെ പറന്നിരിക്കത്തില്ലായിരുന്നു. നമ്മൾ ഫ്ലീറ്റ്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞാലും അത് കറക്റ്റായിട്ട് അതുപോലെ കിടക്കുമായിരുന്നു. നമുക്ക് സ്റ്റീം ചെയ്യുക അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇത് ഇവിടെ വന്നപ്പോൾ മടക്കി വന്നതുകൊണ്ട് എനിക്കൊന്ന് സ്റ്റീം ചെയ്ത് എടുക്കണമായിരുന്നു ഉടുക്കുന്നതിന് മുമ്പ്. അയൺ ബോക്സ് ഒന്നും വെച്ചിട്ടില്ല കേട്ടോ, സിൽക്കല്ലേ. അപ്പം ഞാൻ സ്റ്റീം ചെയ്താണ് എടുത്തത്. അപ്പോൾ ആ ഒരു ചുളിവൊക്കെ പോയി. പക്ഷെ ചുളിവൊന്നും ഇല്ല, അത് ഇത്ര ചുരുക്കി വെച്ച് പാക്ക് ചെയ്തതുകൊണ്ടാണ്. പക്ഷേ ഈ സാരി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ യൂസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചോക്കറും കമ്മലും. അതൊരു സെറ്റായിരുന്നു. ഈ സാരിക്ക് ഞാൻ കൊടുത്തത് 41,000 എങ്ങാണ്ടായിരുന്നു ഈ സാരിയുടെ റേറ്റ്, ഇന്ത്യൻ റുപ്പി. അപ്പം ഈ സാരി ഇതിന്ന് അവരുടെ സിഗ്നേച്ചറാണ്. ഇതിൻ്റെ പല റേറ്റിലുള്ളതുണ്ടാവാം, ഇതിൻ്റെ വർക്കിൻ്റെ ഇതനുസരിച്ചിട്ട്. അപ്പം ഈ ഏത് സറിയാണ് പോയിരിക്കുന്നത്, അതിൻ്റെയൊക്കെ എത്ര എമൗണ്ട് ഉണ്ട് സറിയുടെ, അതിനൊക്കെ അനുസരിച്ചിട്ടായിരിക്കും. എനിക്ക് അവരുടെ അടുത്ത് ഡയറക്റ്റ് സംസാരിക്കാൻ പറ്റിയിട്ടില്ല. ബട്ട് താങ്ക് യു ഇതിഹ ഫോർ ദിസ് ലവ്ലി സാരി. അപ്പോൾ അതാണ് അതിൻ്റെ പ്രൈസ് റേഞ്ച് വന്നിരിക്കുന്നത്. ഞാൻ വേറെ എങ്ങും പോയില്ല, എനിക്കിത് വേണമായിരുന്നു, അതെടുത്തിട്ട് വന്നു. ആൻഡ് ഇറ്റ് വാസ് റിയലി അമേസിങ്. നമ്മൾ ഒത്തിരി തിരഞ്ഞു പോവാതെ ഇഷ്ടമുള്ളത് പോയിട്ട് എടുത്തിട്ട് വന്നതിൻ്റേതായിട്ടുള്ള ഒരു ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ഉള്ളിലുണ്ടായിരുന്നു. സാരിയുടെ ബ്ലൗസ് തയ്ച്ചത് അരുണാണ്. എൻ്റെ എല്ലാം തയ്ക്കുന്നത് അവനാണ്. അപ്പം സാരിയുടെ ബ്ലൗസ് സ്ലീവ്ലെസ് ആയിരുന്നു. സ്ലീവ്ലെസ് ബ്ലൗസാണ്, പാഡഡ് ബ്ലൗസാണ്. ആൻഡ് ബാക്കിൽ നെക്ക് ഇങ്ങനെയാണ്. അവൻ എനിക്ക് 2 ദിവസത്തിനെങ്ങാണ്ടും തയ്ച്ച് തന്നതാണ്. ദെൻ ഹി ഓൾസോ ബോട്ട് ദിസ് സ്കേർട്ട് ഫോർ മീ. വെയർ ചെയ്തത് നോർമൽ അണ്ടർ സ്കേർട്ട് അല്ല, ഇതിങ്ങനെ ഫിഷ് കട്ട് പോലെയുള്ള, ഫിഷ് അല്ല, ഒരു ഇങ്ങനെ നമ്മൾ ടൈറ്റായിട്ടിരിക്കും, താഴേക്ക് കുറച്ച് തുറന്ന് വരും. പക്ഷേ ഫിഷ് കട്ടും അല്ല, അതൊരു പ്രത്യേകതരം ബ്രാൻഡഡാണ്. പക്ഷെ ഭയങ്കര കംഫർട്ടബിളായിരുന്നു. ഇതാണ് ഞാൻ യൂസ് ചെയ്തത്. അതിൻ്റെ ഒപ്പം ഞാൻ പെയർ ചെയ്തത് ഗുഡ്വില്ലിൽ നിന്നും മേടിച്ച
ഒരു ചോക്കർ സെറ്റാണ്. ബിക്കോസ് എനിക്ക് ലോങ് മാല ഇടായിരുന്നു, പക്ഷേ ഞാൻ ചോക്കർ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല എൻ്റെ ലൈഫിൽ. അപ്പം ഞാൻ കരുതി എന്നാൽ പിന്നെ അങ്ങനെ ചെയ്യാം. എനിക്ക് ഗോൾഡിനോടൊന്നും വലിയ താല്പര്യമില്ല, അതുകൊണ്ട് തന്നെ ഈ ഒരു ഇവൻറ്റിന് ഇത് യൂസ് ചെയ്യാമെന്ന് കരുതി. എനിക്ക് അവിടെ പോയി വെച്ച് നോക്കാൻ പറ്റാഞ്ഞതുകൊണ്ട് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. എൻ്റെ മുഖം ഭയങ്കര ചെറുതാണ്, കഴുത്തിന് അങ്ങനെ ഭയങ്കര നീളമൊന്നുമില്ല. അപ്പോൾ ഇത് സൂട്ടബിൾ ആകുമോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഇറ്റ് വാസ് എന്താ പറയുക, ബ്രെത്ത് ടേക്കിങ്. എനിക്ക് എന്നോട് തന്നെ ഭയങ്കര സ്നേഹമായിട്ടുണ്ടായിരുന്നൊരു ദിവസമായിരുന്നു അത്. യെസ്, സോ ഞാൻ മേടിച്ച ചോക്കർ ആൻഡ് അതിൻ്റെ കമ്മൽ ഇത് തന്നെ എനിക്ക് വേണമായിരുന്നു. അത് തന്നെ എനിക്ക് കിട്ടി. പോയി ചോദിച്ചു കിട്ടി എന്നുള്ളതാണ് കേട്ടോ. ഞാൻ കോൺട്രാസ്റ്റ് കളറൊന്നും അല്ല ചൂസ് ചെയ്തത്. ഞാൻ ചൂസ് ചെയ്ത ചോക്കർ ഇതാണ്. ഇറ്റ് വാസ് ലൈക്ക് ദിസ്. പക്ഷേ ഇതിൻ്റെ കൂടെ വെച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ. ഇറ്റ് വാസ് ലൈക്ക് ദിസ്. യെസ്, സോ ഇതിന് കുന്തൻ വർക്കാണ് പോയിട്ടുള്ളത്. കുന്തൻ ജ്വല്ലറി എന്നൊക്കെ പറയില്ല. അതിൻ്റെ കൂടെ പേൾസ് ഉണ്ട്, പിന്നെ സ്റ്റോൺസ് ഉണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അതിൻ്റെ ഇടയിൽ ഒരു ചെറിയ പച്ച കല്ലുകൾ സ്റ്റോൺസും പോയിട്ടുണ്ട്, വൈറ്റ് സ്റ്റോൺസും പോയിട്ടുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ. ഈ സബ്യസാച്ചിയുടെയൊക്കെ ഒരു ബ്രൈഡിനൊക്കെ യൂസ് ചെയ്യണ പോലെ നമുക്ക് വേണമെങ്കിൽ തലയിലും ഒക്കെ വെക്കാം കേട്ടോ. ഇത് നമുക്ക് ലേറ്റർ എന്താ പറയുക, ഈ യൂസ് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും യൂസ്. ഈ ഒരു മാലയാണ് ഞാൻ ഇട്ടിരുന്നു, ഒറ്റ മാല ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ദെൻ ദിസ് വാസ് എ ബാങ്കിൾ. ഒറ്റ ബാങ്കിൾ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതും അതുപോലെ തന്നെ കുന്തൻ സ്റ്റോൺസ് പോയിട്ടുള്ളതാണ്. ഇത് സെപ്പറേറ്റ് ആയിട്ടാണ് മേടിച്ചത്, ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്നതല്ല. അപ്പോൾ ഇതിൽ ഇങ്ങനെ ഒരു സ്ക്രൂ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് തുറന്നിട്ട് കയ്യിലേക്ക് ഇടാം. പക്ഷേ എനിക്ക് എൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല, എനിക്ക് ഭയങ്കര കുഞ്ഞു കൈ ആയതുകൊണ്ട് ഇത് ജസ്റ്റ് കയറിപ്പോയി. അതിനോടൊപ്പം തന്നെ നമ്മൾക്ക് ഈ മാലയുടെ കൂടെ നമുക്ക് ഉണ്ടായിരുന്നതാണ് ഈ ഒരു കമ്മൽ. ഞാൻ നീളമുള്ള കമ്മൽ അധികം ഇടാറില്ല. ഓണത്തിന് ജിമിക്കി അല്ലാതെ ഞാൻ അങ്ങനെ നീളമുള്ളത് അധികം ഇട്ടിട്ടില്ല. പക്ഷേ ഇതിൻ്റെ കൂടെ നല്ലപോലെ പെയറായിപ്പോയി. സെയിം സ്റ്റോൺസും കാര്യങ്ങളും, അതിൻ്റെ ഇടയ്ക്ക് ആ ഒരു പച്ച സ്റ്റോണും കാര്യങ്ങളും എല്ലാം വന്ന് പേളൊക്കെ വന്നപ്പോഴത്തേക്കിനും ഇറ്റ് വാസ് റിയലി റിയലി അമേസിങ്. ഇതാണ് ഓർണമെൻറ്റ്സ്. ഇതിൻ്റെ വില 16,000 ആണ് ഈ ഒരു സെറ്റിന്. പിന്നെ ഈ വളയ്ക്ക് 2,500 എങ്ങാണ്ടും. ഈ സ്റ്റോൺസൊക്കെ ഭയങ്കര ഗുഡാട്ടോ, അതുകൊണ്ടാണ് ഇതിന് ഇത്രയും വിലയായത്. നമ്മൾ ഈ മാലയും കമ്മലും ഒക്കെ നമ്മൾ വെക്കുന്നത് ഇതുപോലെ ഒരു ബോക്സിലാണ്. വാട്ട് ഐ ഡു, ഓക്സിഡൈസ് ആക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തുറന്ന എയറിലിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ചീത്താവും. ഇത്രയും കാശ് കൊടുത്തും മേടിച്ചല്ലേ. സോ ഞാനിത് വെച്ചിരിക്കുന്നത് ഇങ്ങനെ കോട്ടൺ പഞ്ഞിയില്ലേ, പഞ്ഞിയുടെ ഉള്ളിലാണ് ഇതിനെ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഇതിന് ബുദ്ധിമുട്ടൊന്നും വരാത്ത രീതിയിൽ കാലകാലത്തോളം ഇരുന്നോളും. ഇത് രണ്ടുമാണ് ഞാൻ ഇട്ടിരുന്നത്. പിന്നെ പാർട്ടിക്ക് ഞാൻ വേറെ ചെയ്തിരുന്നത് ഒരു വൈറ്റ് നമ്മുടെ തൈസ് വരെ ഒരു ലെങ്ത്തുള്ള നീൻ്റെ മുകളിൽ നല്ലപോലെ മുകളിൽ നിൽക്കുന്ന ഒരു ഡ്രസ്സാണ്. ബാക്ക്ലെസ് ആയിരുന്നു. അതിലിങ്ങനെ ടാസൽസ് തൂങ്ങിക്കിടക്കുന്നുണ്ട് കംപ്ലീറ്റായിട്ട്. അത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിൽ കാണാൻ പറ്റും. അതാണ് ഞാൻ വേറെ ചെയ്തിരുന്നത്. അത് താഴെ ബേസ്മെൻറ്റിൽ പോയി, അതുകൊണ്ട് ഇപ്പം എൻ്റെ അടുത്തില്ല. ഇതിൻ്റെ കൂടെ ഞാൻ മുഖത്ത് മേക്കപ്പായിട്ട് ഭയങ്കര ഓവറായിട്ടൊന്നും ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല. ബിക്കോസ് നമ്മുടെ വീട്ടിൽ കുറേ പാവലിൻ്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരും സാരിയാണ് ഉടുത്തത്. അപ്പം ഞാൻ അവരെ ഉടുപ്പിച്ചിട്ടാണ് ഞാൻ ഉടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അത്രയുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല. ഭയങ്കര ഫാസ്റ്റായിട്ട് ചെയ്തു. പിന്നെ പാവൽ ഓടിപ്പോയിട്ട് എന്താ പറയുക, നമ്മുടെ തലയിൽ വയ്ക്കാനുള്ള ഒരു പൂവും കാര്യങ്ങളും ഒരു മുട്ട് പോലെ വെച്ചു. ഇവിടെ ഒരു റോസ് വെച്ചു. അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ റൂബിയോൻ്റെ ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്തിരുന്നത്, ഒരു റെഡ്. എനിക്കത് ഭയങ്കര ഫേവറേറ്റാണ്. അതിട്ടുമ്പോൾ തന്നെ എൻ്റെ മുഖത്ത് ഭയങ്കരമായിട്ട് ബ്രൈറ്റ്നസ് വരും. പിന്നെ ലെൻസ് വെച്ചിരുന്നു. ആൻഡ് ദാറ്റ് വാസ് ഇറ്റ്. ഇറ്റ് വാസ് എ വെരി ലവ്ലി ഡേ. നമ്മുടെ ഹാർട്ട് ടു ഹാർട്ട് ഉള്ള, ഞാൻ ഭയങ്കരമായി സന്തോഷിച്ച ഒരു ഡേ ആയിരുന്നു. സാൻഡൽസ് ഇട്ടിരുന്നത് സാരയുടെ ഒരു ഗോൾഡൻ ആൻഡ്
ട്രാൻസ്പെറൻറ്റ് സ്ട്രാപ്പുള്ള ഒരു സാറയുടെ എൻ്റെ നോർമൽ സാൻഡൽസാണ് ഞാൻ യൂസ് ചെയ്തിരുന്നത്. ഇതൊക്കെയുള്ളൂ എൻ്റെ കല്യാണ വിശേഷം. അപ്പോൾ ഈ സാരി മേടിക്കാനായിട്ട് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പോഴും വിധിയയിൽ ഇതുണ്ട്. ബിക്കോസ് അവരുടെ സിഗ്നേച്ചർ ആയതുകൊണ്ട് തന്നെ അവർക്കത് എപ്പോഴും അത് അവൈലബിൾ ആണ്. ഇതിൻ്റെ പല ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. ഗ്രീന്, ഓറഞ്ച്, അങ്ങനെ പല 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 ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഈ സാരി ഇൻഫർമേഷൻ ചേർക്ക് അവരുടെ കല്യാണത്തിനൊക്കെ യൂസ് ചെയ്യാമെന്ന് ഞാൻ കരുതുന്നു. നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. നല്ല ഒതുങ്ങി കിടക്കും, പിടിച്ചു കിടക്കും, റോയലാണ്, ലക്ഷൂറിയസ് ആണ്, ഗിവ്സ് എവറിത്തിങ്. നമ്മുടെ വെഡ്ഡിങ് റിങ് ഉണ്ടായിരുന്നു. ഞാൻ ഇട്ടിരുന്ന റിങ്സ് ഇതാണ്. ഇതെൻ്റെ പഴയ ഡയമണ്ട് റിങ് ആണ്. പിന്നെ ഇത് ഞങ്ങളുടെ വെൻ ഹി പ്രപ്പോസ്ഡ് മീ, ദിസ് ഇസ് മൈ എൻഗേജ്മെൻറ്റ് proposal ring. It's also a solitaire diamond. This is from Malabar Gold. This is also from Malabar Gold. And this is my wedding ring. This is a platinum ring where ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ പേര് എഴുതിയിട്ടുണ്ട്, പാവലിൻ്റെ പേര് എഴുതിയിട്ടുണ്ട്. ആൻഡ് പാവലിന് ഇതിൻ്റെ തന്നെ മെൻസ് റിംഗ് ആണ്, പ്ലാറ്റിനം. ഇതും മലബാർ ഗോൾഡ് നിന്നാണ്. നമ്മൾ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷമേ റിങ് മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഡേറ്റ് കിട്ടുന്നുണ്ടായിരുന്നില്ല സിവിൽ വെഡ്ഡിങ്ങിൻ്റെ. അപ്പം അതുകൊണ്ടായിരുന്നു നമ്മൾ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കുറേ നാളായിട്ട്. ബട്ട് ഇത് പ്ലാറ്റിനം നല്ല വർക്കാണ്, സിമ്പിളാണ്, സ്റ്റോൺസും കാര്യങ്ങളും ഒന്നുമില്ല. ബിക്കോസ് നമ്മൾ ഡയമണ്ട് കൂടെ അല്ലേ ഇടുന്നത്, അതിൻ്റെ കൂടെ ഇടുന്നതുകൊണ്ട് എനിക്ക് സിമ്പിളായിട്ട് മതിയായിരുന്നു. നല്ല വെയിറ്റ് ഉണ്ട്. എൻ്റെ കൈ ഭയങ്കര ചെറുതാണ്, അതുകൊണ്ടാണ് ഇത് ചെറുത്. ഈ റിങ് ഞാൻ ഇങ്ങനെ ഇടും. ഇതാണ് എൻ്റെ വെഡ്ഡിങ് റിങ്. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഈ പ്രപ്പോസ് ചെയ്തിരുന്ന റിങ്ങും കൂടി ഇടും. ഇവിടെ അടിയിലും കാര്യങ്ങളൊക്കെ, അടിയിലും സ്റ്റോൺസ് ഉണ്ട്, സൈഡിലും സ്റ്റോൺസ് ഉണ്ട്, നടുക്കൊരു സോൾട്ടയർ ഉണ്ട്. അപ്പം ഇത് രണ്ടും കൂടിയാണ് ഞാൻ ഇടുന്നത് ഡെയിലി. ഞാൻ ഒരു ഡയമണ്ട് പേഴ്സണാണ്. ഞാൻ ഇതും ഡെയിലി ഇടും ആൻഡ് എല്ലാ പണികളും ചെയ്യും. പക്ഷേ ഇതുവരെ ഒരു പ്രശ്നമില്ല. മലബാർ ഗോൾഡ്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.